ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ അല്പസമയം മുന്നേ ഗാനമേളയും സന്തോഷം പങ്കിടലെല്ലാം ആണെങ്കിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ്. ആദ്യത്തെ അടി നടക്കുന്നത് ജിൻഡോയും ജാസ്മിനും. പവർ ടീം ഒരു മീറ്റിംഗ് എല്ലാം വെച്ച് ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോ അനുസരിക്കണം, അല്ലാത്തവർക്ക് പണിഷ്മെന്റ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു പുള്ളിയുടെ നിലപാടുകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളും നല്ല പറയും. അങ്ങനെ ജിൻഡോയെ പുള്ളി എന്നെല്ലാം വിളിച്ചതോടും കൂടി ജിൻഡോ അതിൽ പിടിച്ചു കയറി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒടുവിൽ ജാസ്മിന്റെ അടുത്ത് കാല് വാരിയെല്ലാം നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞതോടും കൂടി ജാസ്മിൻ അതിൽ പിടിച്ചു കയറി. അങ്ങനെ ജാസ്മിനും ജിൻഡോയും പൊരിഞ്ഞടി. അതിനുശേഷം അടുത്തടി നടക്കുന്നത് ശ്രീരേഖയും അൻസിബയും ഗബ്രിയുമായിട്ടാണ്. അങ്ങനെ ഗബ്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തുകൊണ്ട് അൻസിബ പറയുന്നു, ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസിനാണെങ്കിലും ഇവിടെ എല്ലാവരും ഈക്വൽ ആണ്, അല്ലാതെ ഒരാൾ മുംബൈയിൽ നിന്ന് വന്ന ഒരാൾ ചെന്നൈയിൽ നിന്ന് വന്നെന്നുള്ള പരിഗണനയൊന്നുമില്ല. അപ്പോൾ അത് കേട്ട് ഗബ്രി പറയുന്നു, അതിന് ഞാൻ മുംബൈയുടെയും ചെന്നൈയുടെയും കണക്കൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്നത്, അല്ലാതെ നീ ഇവിടെ വളച്ചൊടിക്കാൻ നോക്കേണ്ട. അപ്പോൾ അൻസിബ പറയുന്നു, ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഗബ്രി അവിടെ നിർത്താതെ ഓരോന്ന് പറയുന്നു. അത് കേട്ട് അൻസിബ, നീ ഒന്ന് പോടെ, എനിക്ക് നിന്റെ ഒപ്പീനിയൻ ഒന്നും കേൾക്കണ്ട, നിന്നോടൊന്നും സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ അവിടെ പോകുമ്പോൾ ശ്രീരേഖ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കി. അപ്പോൾ ഗബ്രിയുടെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, ശ്രീരേഖ മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഇവിടെ ഈക്വൽ ആണ്, അല്ലാതെ ശ്രീരേഖ എടുത്ത അമ്മയും ഞാൻ എടുത്ത അപ്പനുമല്ല, നിങ്ങൾ വെറുതെ കലബില പറയാതെ പോകാൻ നോക്കുന്ന ഇങ്ങനെ പറയുമ്പോൾ ശ്രീരേഖ അവിടെ പൊട്ടിത്തെറിക്കുന്നു. നീ ആദ്യം ഒറ്റയ്ക്ക് കളിക്കട, എന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചിലക്കി. ഞാൻ ഇവിടെ എന്റെ പ്രശ്നങ്ങളെല്ലാം എല്ലാവരുമായിട്ട് ഷെയർ എല്ലാം ചെയ്യാറുണ്ട്, അല്ലാതെ വാഴത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യാറില്ല. എന്റെ അടുത്ത് നിന്റെ വിളച്ചിലൊന്നും വേണ്ടെന്ന് ഇങ്ങനെ ശ്രീരേഖ അവിടെ പറയുന്നു. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തോട്ടത്തിലിരിക്കും, എന്റെ അഭിപ്രായം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടും പറയും, അല്ലാതെ ഒരു മൂലയിൽ പോയിരുന്ന് കരയുകയല്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ അവിടെ കൈയടിക്കുന്നു. അത് കേട്ട് ശ്രീരേഖ പറയുന്നുണ്ട്, പൊട്ടന്മാർക്കെല്ലാം വേണ്ടി കൈയടിക്കാൻ ഇവിടെ കുറെ എണ്ണമുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി കൈയടിക്കും, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മോങ്ങുന്ന സ്വഭാവം എല്ലാം മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തടി നടക്കുന്നത് ജാസ്മിനും ശ്രീരേഖയും തമ്മിലാണ്. മിക്കവാറും ഇന്നത്തെ ലൈവ് മൊത്തം അടിയായിരിക്കും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.